വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം തിരുവചനം. യാക്കോബ് 3:2. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കാൻ അവന് കഴിയും. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്, നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ തെറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് പറയുകയാണ്, സംസാരത്തിലാണ്. സംസാരത്തിൽ തെറ്റ് വരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അദ്ദേഹം ആ പാരഗ്രാഫ് മുഴുവനും പറയുന്നത് ഈ സംസാരത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ്. ആദ്യം തന്നെ വചനം ഇങ്ങനെയാണ്, എൻ്റെ സഹോദരരെ അദ്ദേഹം ഉപദേശിക്കുകയാണ് നാവിൻ്റെ ദുരുപയോഗത്തെ പറ്റി. നമ്മൾ നാവിനെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി വചനം നമ്മെ പഠിപ്പിക്കുകയാണേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ അധികം പേർ പ്രബോധകരാകാൻ തുനിയരുത്. എന്തെന്നാൽ കൂടുതൽ കർശനമായി വിധിക്ക് നാം അർഹരായി തീരുമെന്ന് മനസ്സിലാക്കുവിൻ. വാക്കുകൊണ്ട് വരുന്ന തെറ്റിനെ പറ്റി പറയുകയാണ്. എന്നിട്ട് വീണ്ടും വചനം പറയുകയാണ്, നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാൻ ഇടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു. അതുപോലെ നാവ് വളരെ ചെറിയൊരു അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ചെറിയൊരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. നാവ് തീയാണ്. അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനും മലിനമാക്കുന്നു. ഏത്? നാവ്. നരകാഗ്നിയ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴുപ്പിക്കുന്നു. എല്ലാതരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കിയിട്ടുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നമ്മൾ സ്തുതിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ ഇതേ നാവ് കൊണ്ട് നമ്മൾ ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. വചനം പഠിപ്പിക്കുകയാണ്, എൻ്റെ സഹോദരരെ, ഈ നാവ് കൊണ്ട് ഇങ്ങനെയുള്ള ഈ സംസാരം അത് നമ്മുടെ ഒരു വിധത്തിലുള്ള ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിന് അതൊരിക്കലും ഉചിതമല്ല. അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുവിക്കുമോ? എൻ്റെ സഹോദരരെ, അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാവുമോ? കണ്ടോ, ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാവുമോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. ഏത് ഉചിതമല്ല? ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. ഞാൻ ഓർക്കുകയാണ്, ഒരു മകൻ, അദ്ദേഹം നടത്തുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനം ഒരു കാലത്ത് അതിഭയങ്കരമായ രീതിയിൽ വളർന്നു. ഒത്തിരിയേറെ ആളുകൾ അവിടെ വരാൻ തുടങ്ങി. അങ്ങനെ എല്ലാം കൊണ്ടും ഫ്ലറിഷായി അത്രമാത്രം സന്തോഷത്തിലും ആനന്ദത്തിലും പോകുന്നൊരു സമയം. വാടകയ്ക്ക് കൊടുക്കുക ഇഷ്ടംപോലെ വാടകയ്ക്കുള്ള സ്ഥാപനമാണ്. ആ റൂം വാടകയ്ക്ക് എടുത്തിരിക്കുന്നതാണ്. ഇഷ്ടംപോലെ ലാഭവും അങ്ങനെ എല്ലാം കൊണ്ട് നന്നായി പോകുന്ന ഒരു 2 വർഷം. 2 വർഷത്തിന് ശേഷം ഈ സ്ഥാപനത്തിലേക്ക് ആളുകൾ വരാതെയായി തുടങ്ങി. അതിൻ്റെ ആ ബിസിനസ് അല്ലെങ്കിൽ ആ അവസ്ഥ അത് താഴോട്ട് വരാൻ തുടങ്ങി. വാടക പോലും കൊടുക്കാൻ ഇല്ല. അപ്പോൾ ഇദ്ദേഹം എന്നെ കാണാനായിട്ട് ആരോ പറഞ്ഞ് വരികയാണ്. അപ്പം അദ്ദേഹം വരാനുള്ള കാരണം ഇതാണ്, ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, ഇത് എന്തോ മറ്റുള്ളവർ എന്തൊക്കെ ചെയ്തു വയ്ക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തടസ്സം വന്നുകൊണ്ടിരിക്കുക. ആരോ മന്ത്രവാദോ കൂടോത്രോ ക്ഷുദ്രോ
നിങ്ങൾക്കെതിരെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിൻ്റെ ഈ സ്ഥാപനത്തിലെ ആളുകൾ പണ്ടത്തെ പോലെ വരാത്തത് എന്ന് ഒരു തോന്നിപ്പ്. അപ്പോൾ അച്ഛനോട് പോയി ചോദിക്കുക, അതാണോ കാരണം, ഇനി എന്താണ് അതിൻ്റെ പ്രതിവിധി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരിക. ഈ മകനെ സമർപ്പിച്ച് ഈ മകൻ്റെ അപ്പോഴത്തെ അവസ്ഥയെ അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടിനെ, ഈ ഒരു കാര്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനത്തിലേക്ക് ആരും വരാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹം വളരെ ചൂടായി സംസാരിക്കുന്ന വ്യക്തിയാണ് എന്നാണ്. വളരെ ചൂടായി സംസാരിക്കുന്നു. ഇപ്പം ഞാൻ അങ്ങനെ തന്നെ ആ മനുഷ്യനോട് പറഞ്ഞു, സഹോദരൻ്റെ ഈ ഒരു സ്ഥാപനം വളരാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം താങ്കൾ നിങ്ങളുടെ ആ സ്ഥലത്തേക്ക് വരുന്ന, സ്ഥാപനത്തേക്ക് വരുന്ന വ്യക്തികളോട് വളരെ പരുഷമായി, റഫായ സംസാരം, റൂഡായ സംസാരം, ദേഷ്യപ്പെട്ടുള്ള സംസാരം, ഇതല്ലേ, വളരെ ചൂടായിട്ടല്ലേ സംസാരിക്കാറ്. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, എൻ്റെ 19 വയസ്സ് മുതലുള്ള എൻ്റെ ഒരു സ്വഭാവമാണ് പെട്ടെന്നുള്ള ദേഷ്യം വന്നാൽ പിന്നെ എനിക്ക് ആരാ എന്താ എങ്ങനെയാ എന്നൊന്നും ഞാൻ നോക്കില്ല. അതിഭയങ്കരമായ രീതിയിൽ ദേഷ്യപ്പെട്ട് ഞാൻ സംസാരിക്കും. അങ്ങനെ എൻ്റെ ആ സ്ഥാപനത്തേക്ക് വന്ന വ്യക്തികളോട് എനിക്ക് അങ്ങനെ ഒത്തിരി സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്, പല വ്യക്തികളായിട്ട്. എൻ്റെ ആശയം അവരുടെ ആശയങ്ങളും ചേർന്ന് പോകാതെ വരുമ്പോൾ ഞാൻ ദേഷ്യപ്പെട്ട് അതിഭയങ്കരമായ രീതിയിൽ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനും അങ്ങനെ അവരെന്നോട് ദേഷ്യപ്പെടാനും അങ്ങനെ അവരെ ഇറങ്ങി പോകാനൊക്കെ ഇടവന്നിട്ടുണ്ട്, അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ആ കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ ചില വചനഭാഗങ്ങൾ കർത്താവ് മനസ്സിൽ പ്രേരിപ്പിച്ചത് കൊടുത്തു. അപ്പം ഞാനിങ്ങനെ ഓരോ വചനഭാഗങ്ങളിങ്ങനെ കണ്ണുകളടച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു വചനഭാഗം 52-ാം സങ്കീർത്തനം വായിക്കാൻ പറഞ്ഞു. 52-ാം സങ്കീർത്തനം വായിക്കുക. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോവുകയാണ്. 52-ാം സങ്കീർത്തനം എന്താണ്? ഈ 52-ാം സങ്കീർത്തനം എഴുതി വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അന്ന് അറിയില്ല. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയി. 52-ാം സങ്കീർത്തനം സഹോദരൻ വായിച്ചോളൂ. അദ്ദേഹം പറഞ്ഞു വായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയില്ല, ഇത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്തായിരിക്കും 52-ാം സങ്കീർത്തനം. ഞാൻ ബൈബിൾ എടുത്തു, എന്താണ് ഈ കർത്താവ് ഈ 52-ാം സങ്കീർത്തനം ആ മനുഷ്യനെ കൊണ്ട് വായിപ്പിക്കാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ വായിച്ചു നോക്കി. ഒന്നെടുത്തോ, നിങ്ങളുടെ കൈവശം ബൈബിൾ ഉണ്ടെങ്കിൽ എടുക്കുക. സങ്കീർത്തനം 52 1 മുതലുള്ള തിരുവചനം. ശക്തനായ മനുഷ്യ, ദൈവഭക്തർക്കെതിരെ ചെയ്ത ദുഷ്ടതയിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? ദിവസം മുഴുവനും നീ വിനാശം നിരൂപിക്കുന്നു. വഞ്ചക, നിന്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണ്. നന്മയേക്കാൾ തിന്മയും സത്യത്തേക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു. വഞ്ചന നിറഞ്ഞ നാവേ, വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം. ദൈവം നിന്നെ എന്നേക്കുമായി തകർക്കും. നിന്റെ കൂടാരത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ വലിച്ചെടുത്ത് ചീന്തിക്കളയും. ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നിന്നെ അവിടുന്ന് വേരോടെ പിഴുതുകളയും. ഹല്ലേലൂയാ. നോക്കുക, വഞ്ചക, നിന്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗരകത്തി പോലെയാണ്. നമ്മുടെ പലരുടെയും നാവ് മൂർച്ചയുള്ള ക്ഷൗരകത്തി പോലെയാണ്. നന്മയേക്കാൾ തിന്മയും സത്യത്തേക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് പറയുക, വഞ്ചന നിറഞ്ഞ നാവേ, വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം. വഞ്ചന നിറഞ്ഞ നാവേ, വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം. ദൈവം നിന്നെ എന്നേക്കുമായി തകർക്കും. ദൈവം നിന്നെ എന്നേക്കുമായി തകർക്കും. ഒരേ നാവിൽ നിന്ന് നന്മയും തിന്മയും പുറപ്പെടുക. യാക്കോബ് ശ്ലീഹ പറയുക, എൻ്റെ പ്രിയ മക്കളെ, അത് ഉചിതമല്ല. അത് നിൻ്റെ ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിന്, നിൻ്റെ ബിസിനസ് വളർച്ചയ്ക്ക്, നിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക്, ഒരു വിധത്തിലുള്ള വളർച്ചയ്ക്കും അത് ഒരിക്കലും ഉചിതമായിരിക്കില്ല. തെറിവാക്ക്, റഫായ സംസാരം, റൂഡായ സംസാരം, ദേഷ്യപ്പെട്ടുള്ള സംസാരം, മോശമായ സംസാരം, സെക്ഷുവലായിട്ടുള്ള സംസാരം, കാപട്യം നിറഞ്ഞ സംസാരം, വ്യർത്ഥമായ സംസാരം, മുറുമുറുപ്പ്, പിറുപിറുപ്പ്, രഹസ്യം പറച്ചൽ, ദുർഭാഷണം, ദൈവദൂഷണം, നിൻ്റെ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഒരിക്കലും നിനക്ക് ഉചിതമല്ല. ദൈവം നിന്നെ എന്നേക്കുമായി തകർക്കും. നിൻ്റെ കൂടാരത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ വലിച്ചെടുത്ത് ചീന്തിക്കളയും. ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നിന്നെ അവിടുന്ന് വേരോടെ പിഴുതുകളയും. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യൻ്റെ അധപതനത്തിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി നോക്കിയേൻ. വഞ്ചക, നിൻ്റെ നാവേ മൂർച്ചയുള്ള വാള് പോലെയാണ്, ക്ഷൗരക്കത്തി പോലെയാണ്. അതുകൊണ്ടല്ല വീണ്ടും
പ്രഭാഷകൻ്റെ പുസ്തകം എടുക്കുക. പ്രഭാഷകൻ്റെ പുസ്തകം 5-ാം അധ്യായം. പ്രഭാഷകൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ 9 മുതലുള്ള തിരുവചനം അച്ഛൻ വായിച്ച് കേൾപ്പിക്കാം. അതിൻ്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ്: നിർവ്യാജമായ സംസാരം. ഏത് കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത്. കാപട്യ സംഭാഷണം, കപടഭാഷണം നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ്. നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക. നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേട് ഉണ്ടാകരുത്. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. അറിയാമെങ്കിലേ പറയാവൂ, അല്ലെങ്കിൽ വായ് തുറക്കരുത്. മാനവും അവമാനവും വാക്കിലൂടെ വരുന്നു. വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവ് തന്നെ. ഏഷ്ണിക്കാരൻ എന്ന പേര് കേൾപ്പിക്കരുത്. നാവ് കൊണ്ട് കെണി വയ്ക്കരുത്. കള്ളന് അവമതിയും കപടഭാഷയ്ക്ക് രൂക്ഷമായ ശകാരവും ലഭിക്കും. കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത്. സ്നേഹിതനാകുന്നതിന് പകരം ശത്രുവായി തീരരുത്. ഹല്ലേലൂയ. നിന്റെ വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നത് നാവ് തന്നെ. കണ്ടോ, പ്രഭാഷകൻ 5:13. നിന്റെ വീഴ്ചയ്ക്ക് കാരണമായി തീരുന്നത്, നിനക്ക് മാനവും അവമാനവും കൊണ്ടുവരുന്നത് അതെന്താണ്? നിന്റെ വാക്കുകളാണ്. മനസ്സിലായോ? നിന്റെ വാക്കുകൾ. അതുകൊണ്ടല്ലേ വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം 14-ാം അധ്യായം 1-ാം തിരുവചനം. പ്രഭാഷകൻ 14:1. വാക്കിൽ പിഴയ്ക്കാത്തവൻ അനുഗ്രഹീതൻ, അവന് പാപത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരില്ല. മനസാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈവിടാത്തവനും ഭാഗ്യവാൻ. വാക്കിൽ പിഴയ്ക്കാത്തവൻ അനുഗ്രഹീതനാണ്, അവന് പാപത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരില്ല. മനസ്സിലായോ? അവന് പാപത്തെ പ്രതി ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല. അവനെൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാവിൻ്റെ ദുരുപയോഗം. ഞാൻ നാളെ ഓർക്കുകയാണ്, ഒരു മകൾ എന്നെ വിളിക്കുകയാണ് ഈ ലോക്ക്ഡൗൺ സമയത്ത്. അതൊരു സിസ്റ്ററാണ്. ആ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ ഗ്യാസ് ട്രബിളാണ്, ഗ്യാസിൻ്റെ അസുഖം. അത് നിസാര ഗ്യാസ് ട്രബിളൊന്നല്ല, അതുപോലെ ബുദ്ധിമുട്ടുകളുണ്ട് അതുമൂലം. അപ്പോൾ മരിക്കണതിന് തുല്യം വരെ എത്തും. ഡോക്ടേഴ്സിനെ കണ്ട് പല മരുന്നുകൾ കഴിച്ചു, പക്ഷെ ഒരു മാറ്റമില്ല. ഒരു ചെറുപ്പം സിസ്റ്ററാണ്, 40-45 വയസ്സുണ്ടാവും. അങ്ങനെ ആ മകൾ വിളിച്ച് ഈ മകൾക്ക് വേണ്ടി ഫോണിലൂടെ പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ, ഇതിൻ്റെ കാരണം എന്താണെന്ന് പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ വ്യക്തമായി സംസാരിച്ചത് ഇങ്ങനെയാണ്: വ്യർത്ഥ ഭാഷണം. അപ്പം ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ ഒത്തിരി സമയം ഇങ്ങനെ വ്യർത്ഥമായ സംഭാഷണം നടത്തി സമയം ചെലവഴിക്കുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു, അച്ഛാ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ അല്ലേ, ഒരു പണിയില്ല, വെറുതെ ഇരിക്കുകയാണ്. കാലത്ത് നിൽക്കുക, കുർബാനയ്ക്ക് പോവുക, അതിനുശേഷം ഇങ്ങനെ ഫോണെടുത്ത് അമ്മയെ വിളിക്കും, സ്വന്തം അമ്മേനെ. അപ്പോൾ അമ്മയെ വിളിച്ച്, അമ്മ പ്രായമായ അമ്മയാണ്, ഈ അമ്മയോട് ഇങ്ങനെ സംസാരിച്ച് ഒരു 12 മണി 12:30 വരെ സംസാരമാണ്. ഭക്ഷണ സമയമാകുമ്പോൾ ശരി ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കും. അതിനുശേഷം ഭക്ഷണം കഴിക്കും. അതിനുശേഷം പിന്നെ കിടന്നുറങ്ങും. പിറ്റേ ദിവസം എഴുന്നേൽക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്ത് രാത്രി വീണ്ടും അതിൻ്റെ പ്രാർത്ഥനയൊക്കെ ചെല്ലി അങ്ങനെ കിടന്നുറങ്ങും. അതിന് പിറ്റേ ദിവസം വീണ്ടും എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും അമ്മയെ. എല്ലാ ദിവസവും അമ്മയെ വിളിച്ച് മണിക്കൂറോളം സംസാരിക്കുകയാണ്. അപ്പോൾ ഈ മകൾ തന്നെ, ഈ മകളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ചിന്തിപ്പിക്കുകയാണ്, എന്തോരം സമയം ഇങ്ങനെ വെറുതെ ഇരുന്ന് വ്യർത്ഥഭാഷണം നടത്തി സമയം കളയണേ. എന്തോരം സമയം ഞാനിങ്ങനെ അമ്മയോട് സംസാരിച്ച് ഇങ്ങനെ സമയം ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുക, വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടോ, വ്യർത്ഥഭാഷണം. സംസാരത്തിൽ തെറ്റുപറ്റാത്ത ഏവനും പൂർണ്ണനാണ്. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഞാനാണ് കേട്ടോ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ സോളമൻ രാജാവ് നമ്മെ പഠിപ്പിക്കുകയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം തിരുവചനം, 6 മുതലുള്ള തിരുവചനം. ജ്ഞാനം കരുണാമയമാണ്, എന്നാൽ ദൈവദൂഷണം പറയുന്നവനെ വെറുതെ വിടില്ല. കണ്ടോ, ദൈവദൂഷണം പറയുന്നവനെ വെറുതെ വിടില്ല. അടുത്ത് കേട്ടോ, ദൈവം മനസ്സിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്ന് ഉതിരുന്നത് കേൾക്കുന്നവനുമാണ്. കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു, എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു. എന്നിട്ട് പറയുകയാണ്, ദുർഭാഷണം നടത്തുന്നവൻ പിടിക്കപ്പെടും, നീതിയുടെ ശിക്ഷ അവനെ വെറുതെ വിടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു ദൈവദൂഷണം പറയുന്നവനെ വെറുതെ വിടില്ല. ഇപ്പോൾ 9-ാമത്തെ വചനം പറയുന്നത് ദുർഭാഷണം നടത്തുന്നവനെ വെറുതെ വിടില്ല. ഇനി അടുത്തത് കേട്ടോ, അധർമ്മിയുടെ ആലോചനകൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും,
അവൻ്റെ വാക്കുകൾ കർത്താവിൻ്റെ മുമ്പിൽ വരും. അതവൻ്റെ ദുർവ്യാപാരങ്ങൾക്ക് സാക്ഷ്യമായിരിക്കും. അസഹിഷ്ണുവായവൻ സകലതും കേൾക്കുന്നു. മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതെ പോകില്ല. അതേ, മൂന്നാമത്തെ കാര്യമാണ് മുറുമുറുപ്പ്. ആദ്യത്തെ ദൈവദൂഷണം, 2 ദുർഭാഷണം, ഇപ്പോൾ പറയുക മുറുമുറുപ്പ്. മുറുമുറുപ്പ് പോലും കർത്താവ് വെറുതെ വിടില്ല. ഇനി അടുത്തത്, നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത്. അടുത്ത വചനം ശ്രദ്ധിക്കുക. പരദൂഷണം പറയരുത്. രഹസ്യം പറച്ചിലിന് പ്രത്യാഘാതം ഉണ്ടാകും. നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്തെല്ലാം കാര്യങ്ങളാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഈ 3-4 വാക്യങ്ങൾ എഴുതി വച്ചിരിക്കുക. ദൈവദൂഷണം പറയുന്നവനെ വെറുതെ വിടില്ല. ദുർഭാഷണം നടത്തുന്നവനെ വെറുതെ വിടുകയില്ല. മുറുമുറുപ്പ് നടത്തുന്നവനെ വെറുതെ വിടില്ല. പരദൂഷണം പറയുന്നവനെ വെറുതെ വിടില്ല. രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യാഘാതം ഉണ്ടാവും. നുണ പറഞ്ഞാലും പ്രത്യാഘാതം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. അതിൻ്റെ ആത്മാവിനെ നശിപ്പിക്കും. നുണ പറച്ചൽ, ദൈവദൂഷണം, രഹസ്യം പറച്ചൽ, പരദൂഷണം, മുറുമുറുപ്പ്, ദുർഭാഷണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കലൊരു വീട്ടിൽ വെഞ്ചരിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ ഒരു കൂട്ടുകുടുംബമാണ്. അപ്പാപ്പനും അമ്മൂമ്മയും അവൻ്റെ മക്കളുടെ മക്കളും അങ്ങനെ വലിയൊരു കുടുംബം, നല്ല സമ്പത്തുള്ളൊരു കുടുംബം. അപ്പോൾ അവിടെ കയറി അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഇങ്ങനെ ഒരു സ്വരം കേൾപ്പിച്ചു. ഇയാളെന്നിട്ടേക്ക് പറയുന്നത് ഇങ്ങനെ ഒരു സ്വരം. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇയാളെന്തിട്ടേക്ക് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ ആരോടെങ്കിലും പറയാറുണ്ടോ? അവരെല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി. ഇവർ പറഞ്ഞില്ല, ഞങ്ങൾ ആരോടും പറയാറില്ല. വെച്ചാൽ ഇയാളെന്തിട്ടേക്ക് പറയണമെന്ന് ഞങ്ങൾ പറയാറില്ല എന്നാണ്. അപ്പോൾ ഒരു +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി അവിടെ ഇരിക്കുന്നുണ്ടായി. അവളിങ്ങനെ ഞാനിത് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ കുടുകൂടാൻ ചിരിക്കുകയാണ്. അവൾ ഭയങ്കര ചിരി. അപ്പോൾ അവളുടെ അപ്പൂപ്പൻ അവളോട് ചോദിച്ചോ, നീ അങ്ങനെ പറയാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ തല കുനിക്ക് പറഞ്ഞു, ഞാനങ്ങനെ പറയാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്തിനാ അങ്ങനെ പറയുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, ഇവൾ +2ലാണ് പഠിക്കുന്നത്. അപ്പോൾ മാത്സ് എടുക്കാനായിട്ട് ഒരു വൈദികനാണ്, ഒരു അച്ഛനാണ് മാത്സ് വിഷയം എടുക്കുക. പക്ഷേ ഈ മാത്സ് എടുക്കുന്നത് എന്താണെന്ന് ഈ കുട്ടിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഈ കുട്ടിക്ക് മാത്രമല്ല, ആ ക്ലാസ്സിലുള്ള ആർക്കും മനസ്സിലാവുന്നില്ല. അച്ഛന് മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു വന്ന് ബോർഡും അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഭംഗിയിൽ അച്ഛൻ എടുക്കുന്നുണ്ട്. അച്ഛന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ കുട്ടികൾക്ക് ഈ അച്ഛൻ എന്തായി പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവൾ വളരെ സ്റ്റുഡിയസായ പഠിക്കുന്ന കുട്ടിയാണ്. ഈ മകള് കൂട്ടുകാരിയുടെ അടുത്തിരുന്ന് ഈ കൈ വായയുടെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് കൂട്ടുകാരിയോട് ഇങ്ങനെ സ്വകാര്യമായിട്ട് പറയും, ഇയാളെന്നിട്ടേക്ക് പറയുന്നത് ഇങ്ങനെ ഒരു വൈദികനെ പറ്റി കണ്ടോ. മുറുമുറുപ്പ് പോലും കർത്താവിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോവില്ല. മുറുമുറുപ്പ് പോലും. ഇയാളെന്നിട്ടേക്ക് പറയുന്നത് ഈ വൈദികൻ എന്തി പറയുന്ന ഇയാൾ ചോദിക്കണേ. ഇയാളെന്നിട്ടേക്ക് പറയുന്നത് ഒരു വൈദികനെ പറ്റി ഇയാളെന്നിട്ടേക്ക് പറയുന്നത്, ഒരു വയസ്സിന് മൂത്തൊരാളെ പറ്റി ഇയാളെന്നിട്ടേക്ക് പറയുന്നത്, ഒരു കൊച്ചു വാക്ക് കണ്ടോ. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനായിട്ട് നിത്യനരാധിക്ക് ഇരയായി തീരും. വാക്ക് കണ്ടല്ലേ. നാളൊരു മകള് പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ ആരെയാണ് കഴുതേ എന്ന് വിളിക്കുന്നത്? ഡീ കഴുതേ എന്ന് വിളിക്കുന്നുണ്ടല്ലോ. അവൾ PGക്ക് പഠിക്കുന്ന ആ പെൺകുട്ടി ചിരിച്ചു. അത് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, അയ്യോ അച്ഛൻ, ഞാൻ വിളിക്കുന്നത് അതെൻ്റെ നഴ്സറി പഠിക്കുന്ന അനീത്തിനെ വിളിക്കുന്നതാണ്. ഡീ കഴുതേ. കണ്ടോ, മുറുമുറുപ്പ് പോലും കർത്താവിൻ്റെ ശ്രദ്ധയിൽ പെടാതിരിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടല്ലേ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 28-ാം അധ്യായം മറ്റുള്ളവരെ പരിഹസിക്കുന്നതിനെ പറ്റി പറയുകയാണ്. യെശയ്യാ 28-ൽ ദൈവവചനം പഠിപ്പിക്കുന്നു, അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്. നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങളൊക്കെ കഠിനമായി തീരും. മറ്റുള്ളവരെ പരിഹസിക്കരുത്. കണ്ടോ, പരിഹസിച്ചുള്ള സംസാരം. ടീച്ചേഴ്സിനെ പരിഹസിക്കുക, കൂടെയുള്ള കുട്ടികളെ പരിഹസിക്കുക, അല്ലെങ്കിൽ അപ്പനമ്മേനേക്ക് പരിഹസിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ കുറവുകൾ പരിഹസിക്കുക. കണ്ടോ, വാക്കുകൊണ്ട് വരുന്ന തെറ്റുകളാണതൊക്കെ. പരിഹാസം, നിന്ദനം, അതാ പറയുക, നിന്ദിക്കരുത്. നിന്ദിച്ചാൽ എന്തുണ്ടാവും? നമ്മുടെ ബന്ധനങ്ങൾ, തടസ്സങ്ങളൊക്കെ കൂടുതൽ തടസ്സങ്ങളായി തീരും. നീ അപ്പനെ നിന്ദിക്കുകയാണോ, അമ്മേനെ നിന്ദിക്കുകയാണോ? നിന്ദിച്ചാൽ നിൻ്റെ ബന്ധനങ്ങൾ കൂടുതൽ കഠിനമായി തീരുന്ന അനുഭവം നിനക്കുണ്ടാവും. അത് നീ തന്നെ ചുമക്കേണ്ടി വരുന്നൊരു അനുഭവം നിനക്കുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആരെയും കളിയാക്കാതിരിക്കുക. കളിയാക്കി കഴിഞ്ഞാൽ അതന്നെ, ഇപ്പോൾ കൂർക്കം വലിക്കുന്ന ഒരാളെ കളിയാക്കാന്നരുത്, ആ കൂർക്കം വലി തന്നെ നിനക്ക് വരും. ഞൊണ്ടലുള്ള ആളെ കളിയാക്കാന്നരുത്, ആ ഞൊണ്ടൽ തന്നെ നിനക്ക് വരും.
അല്ലെങ്കിൽ വായിൽ നിന്നിങ്ങനെ സലൈവ അല്ലെങ്കിൽ ഇങ്ങനെ തുപ്പലം വരുന്ന അവസ്ഥയുള്ള വ്യക്തികളെ കളിയാക്കുന്നത് അതേ അവസ്ഥ തന്നെ നിനക്ക് വരും. നീ ഏതെങ്കിലും വ്യക്തികളുടെ ബലഹീനതയെ കളിയാക്കി കഴിഞ്ഞാൽ അത് നീ തന്നെ ചുമക്കേണ്ടി വരും എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. കണ്ടോ? അതുകൊണ്ട് പറയുക, സംസാരത്തിൽ തെറ്റുപറ്റാത്ത ഏവനും പൂർണ്ണനാണ്. ഇപ്പോൾ സുഭാഷിത പുസ്തകം 3:34, സുഭാഷിതം 3:34 അത് നമുക്ക് കാണാൻ സാധിക്കും. സുഭാഷിതം 3:34 അച്ഛനടുത്ത് വായിക്കാം. പരിഹാസത്തെ പറ്റി പറയുകയാണ്. നിന്ദിക്കുന്നവരെ അവിടുന്ന് നിന്ദിക്കുന്നു, വിനീതരുടെ മേൽ അവിടുന്ന് കാരുണ്യം പൊഴിക്കും. നിന്ദിക്കുന്നവരുടെ മേൽ അവിടുന്ന് നിന്ദിക്കുന്നു. അപ്പോൾ നീ നിന്ദിച്ചു കഴിഞ്ഞാൽ ദൈവം നിന്നെ നിന്ദിക്കും. നീ നിന്ദിക്കുമ്പോൾ ആരെയും നിന്ദിക്കുന്നത്? ദൈവത്തെ തന്നെയാണ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയെ നിന്ദിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് നീ നിന്ദിക്കുന്നത്. അതുകൊണ്ടാണ് പറയുക, നിന്ദിക്കുന്നവരെ കർത്താവ് നിന്ദിക്കുന്നു. അതുകൊണ്ട് സഭാപ്രസംഗൻ്റെ പുസ്തകം 5-ാം അധ്യായം, സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 2 മുതലുള്ള വാക്യങ്ങൾ അച്ഛന്ന് വായിച്ച് കേൾപ്പിക്കാം. 5-ാം അധ്യായം 2 മുതലുള്ള വാക്കുകളെ പറ്റി പറയുന്നതാണ് കേട്ടോ. വിവേകശൂന്യമായി സംസാരിക്കരുത്, ദൈവസന്നിധിയിൽ പ്രതിജ്ഞ എടുക്കാൻ തിടുക്കം കൂട്ടരുത്. ദൈവം സ്വർഗത്തിലാണ്, നീ ഭൂമിയിലും. അതുകൊണ്ട് നിൻ്റെ വാക്കുകൾ എപ്പോഴും ചുരുങ്ങിയിരിക്കട്ടെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 10:19 പറയുന്നുണ്ട്, വാക്കുകൾ കൂടുമ്പോൾ തെറ്റ് വർദ്ധിക്കുന്നു. വാക്കുകൾ കൂടുമ്പോൾ എന്ത് വർദ്ധിക്കും? തെറ്റുകളും വർദ്ധിക്കും. നീ ഭയങ്കര സംസാരപ്രിയമുള്ള വ്യക്തിയാണോ? നിൻ്റെ തെറ്റുകൾ അതുപോലെ കൂടുതലായിരിക്കും. പാപം കൂടുതലുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് പറയുക, നിൻ്റെ വാക്ക് എപ്പോഴും ചുരുങ്ങിയിരിക്കട്ടെ. ആകുലത ഏറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും. വാക്കുകൾ ഏറുമ്പോൾ എന്തുണ്ടാവും? അത് മൂഢജൽപ്പനമാകും. ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത്. മറ്റൊരു പാപമാണ് നേർച്ച നേരൽ, വാക്കുകൊണ്ട് വരുന്നതാണ്. പെട്ടെന്ന് നേർച്ച നേരൽ അതിൽ തന്നെ ഒരു പാപമല്ല കേട്ടോ. പക്ഷേ എന്തുണ്ടാവും? എന്തിനും ഏതിനും നേർച്ച നേരൽ അത് പാപമാണ്. അങ്ങനെ നേർച്ച നേരും ചെയ്യും, എന്നിട്ട് അത് നിറവേറ്റാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ, ഇത് വലിയൊരു ബന്ധനം കൊണ്ടുവരും. അതാണ് പറയുക, നേർച്ച നേർന്നാൽ അത് നിറവേറ്റണം. ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത്. മൂഢരിൽ അവിടത്തേക്ക് പ്രീതിയില്ല. നേരുന്നത് നിറവേറ്റുക. നേർന്നിട്ട് നിറവേറ്റാതിരിക്കുന്നതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ്. കണ്ടോ? നേർച്ച നേരുന്നവരോട് പറയുന്നത്, നേർന്നിട്ട് നിറവേറ്റാതിരിക്കുന്നതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ്. നിൻ്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ. തെറ്റു പറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത്. വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിൻ്റെ അധ്വാന ഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നത് എന്തിന്? കണ്ടു പറയോ? അതിനാ നീ ദൈവത്തെ ഭയപ്പെടുക. ഹല്ലേലൂയ. വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിൻ്റെ അധ്വാന ഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നത് എന്തിന്? വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുക. അതുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വചനം ഉണ്ട് കേട്ടോ. അത് പത്രോസിൻ്റെ ലേഖനത്തിൽ കാണാൻ സാധിക്കും. 1 പത്രോസ് 3:10 അത് നമുക്ക് കാണാൻ സാധിക്കും. 1 പത്രോസ് 3-ാം അധ്യായം 10-ാം തിരുവചനം. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് പേടിച്ചിട്ട് വേണം വായിക്കാനായിട്ട്. 1 പത്രോസ് 3:10. ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ നിൻ്റെ ജീവിതത്തിൽ കാണാൻ നീ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? തിന്മയിൽ നിന്ന് നിൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് നിൻ്റെ അധരത്തെയും നീ നിയന്ത്രിക്കണം. ഹല്ലേലൂയ. എന്താ ചെയ്യേണ്ടേ? നീ ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ടോ? നിൻ്റെ ജീവിതത്തിൽ നല്ല ദിവസങ്ങളൊക്കെ കാണണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ ചെയ്യേണ്ട ഒരു കടമയുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്. ആ കാര്യം ഇതാണ്: തിന്മയിൽ നിന്ന് നിൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് നിൻ്റെ അധരത്തെയും നീ നിയന്ത്രിക്കണം. നാവിനെ നിയന്ത്രിക്കണം. തിന്മയിൽ നിന്ന് നിൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് നിൻ്റെ അധരത്തെയും നീ നിയന്ത്രിക്കണം. വചനം പറയാണ്, നിയന്ത്രിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഒന്നിന് പുറകെ ഒന്നായി അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിൻ്റെ ഒരു കാരണം ഇപ്പോൾ കർത്താവ് ദൈവവചനത്തിലൂടെ വെളിപ്പെട്ടില്ലേ? സംസാരത്തിൽ റഫായ സംസാരം, റൂഡായ സംസാരം, ദേഷ്യപ്പെട്ടുള്ള സംസാരം, മോശമായ അഗ്ലിയായ സംസാരം, സെക്ഷ്വലായ സംസാരം, കാപട്യം നിറഞ്ഞ സംസാരം, മുറുമുറുപ്പ്, പിറുപിറുപ്പ്, കുറ്റം പറച്ചിൽ, രഹസ്യം പറച്ചിൽ, പരദൂഷണം, പരിഹാസം. സംസാരത്തിൽ തെറ്റുപറ്റാത്ത ഏവനും പൂർണ്ണനാണെന്ന് വചനം പഠിപ്പിക്കുക. സംസാരത്തിൽ തെറ്റുപറ്റാത്ത ഏവനും പൂർണ്ണനാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളെന്നും പ്രാർത്ഥിക്കണം ഈ നാവിനെ ഒന്ന് നിയന്ത്രിക്കാനുള്ള കൃപ കിട്ടാൻ വേണ്ടിയിട്ട്. അമിതമായ സംസാരമുള്ളവരൊക്കെ നന്നായി പ്രാർത്ഥിക്കണം.
സുഭാഷിതം 13:3 പറയുന്ന കുറേ വചനങ്ങളുണ്ട് കേട്ടോ. സുഭാഷിതം 13:3 അവിടെ ഒരു സുന്ദരമായൊരു വചനമുണ്ട്. സുഭാഷിതം 13:3 അവിടെ നമ്മൾ വചനം ഇങ്ങനെയാണ്: വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നവൻ തൻ്റെ ജീവൻ സുരക്ഷിതമാക്കുന്നു. കണ്ടോ, വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നവൻ തൻ്റെ ജീവൻ സുരക്ഷിതമാക്കുന്നു. അധരങ്ങളെ നിയന്ത്രിക്കാത്തവൻ നാശമടയുന്നു. അധരങ്ങളെ നിയന്ത്രിക്കാത്തവൻ എന്താ സംഭവിക്കുക? അദ്ദേഹം നാശമടയുന്നു. സുഭാഷിതം 10:19 വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ വചനമാണ്: വാക്കുകൾ ഏറുമ്പോൾ തെറ്റുകൾ വർദ്ധിക്കുന്നു. വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ട്. വാക്കുകളെ നിയന്ത്രിക്കുക. സുഭാഷിതം 29:22 സുഭാഷിതം 29:22 വചനം പഠിപ്പിക്കുകയാണ്: രോഷാകുലൻ കലഹം ഇളക്കിവിടുന്നു, കോപാശീലൻ അതിക്രമങ്ങൾ വരുത്തിവെക്കുന്നു. കണ്ടോ, പെട്ടെന്നുള്ള നമ്മുടെ ദേഷ്യപ്പെട്ടുള്ള സംസാരങ്ങൾ, അമിതമായ സംസാരം, വീണ്ടും വിചാരമില്ലാത്ത സംസാരം, സംസാരത്തിൽ തെറ്റുപറ്റാത്ത ഏവനും പൂർണ്ണനാണ്. ഈ സ്തുതിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറയുന്നത്, സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംസാരത്തിലുള്ള തെറ്റ് കുറയുന്നതാണ് പല വിശുദ്ധരായ ധ്യാന ഗുരുക്കന്മാരും പറയുക. നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുക, ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിൽ തെറ്റുകൾ കുറയും. സ്തുതിക്കുക ദൈവത്തെ, അല്ലെങ്കിൽ നന്മ എന്ന് പറയുമ്പോൾ മനസ്സിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സുഗതജപം ചൊല്ലിക്കൊണ്ടിരിക്കുക. എടുത്തു പിടിച്ചെന്നുള്ള സംസാരം ഒഴിവാക്കുക. വീണ്ടും വിചാരത്തോടെ സംസാരിക്കാൻ കർത്താവ് പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ ചില വചനങ്ങളൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നൊരു വചനമുണ്ട്. അത് എഫേസൂസ് 4:29 എഫേസൂസ് 4:29 നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്ക് പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകുന്ന വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവേൻ. നല്ലൊരു വചനമാണ്. ഈ വചനം 2-3 പ്രാവശ്യം, അല്ലെങ്കിൽ 10-12 പ്രാവശ്യം, 21 പ്രാവശ്യം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക, നാവിനെ നിയന്ത്രിക്കാനുള്ള കൃപ ലഭിക്കാൻ വേണ്ടി. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്ക് പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകുന്ന വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. മറ്റു വചനങ്ങൾ സങ്കീർത്തനം 39:1 ഞാൻ പറഞ്ഞു, നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും, എൻ്റെ മുമ്പിൽ ദുഷ്ടന്മാർ ഉള്ളിടത്തോളം കാലം നാവിന് ഞാൻ കടിഞ്ഞാണിടും. കണ്ടോ, ഈ വചനം ഏറ്റു പറയുക. ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യമോ അതിന് പറ്റുന്ന 21 പ്രാവശ്യമോ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. നാവ് കൊണ്ട് പാപം ചെയ്യുന്നവർ 141 സങ്കീർത്തനത്തിലുണ്ട്. ഇങ്ങനെയുള്ള ചില വചനങ്ങൾ, നാവുകൊണ്ടിനെ പറ്റിയ വചനങ്ങളുണ്ട്. അത് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. 141 സങ്കീർത്തനം 3 കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക ഈ വചനം. സങ്കീർത്തനം 141:3 കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. ഇന്ന് ഒത്തിരി മക്കളാണ് തെറി പറയുന്ന മക്കൾ, അപ്പനോട് അമ്മയോട് ദേഷ്യപ്പെടുന്ന മക്കൾ. പെട്ടെന്നുള്ള ദേഷ്യം, അതുമൂലമുള്ള നാവുകൊണ്ടുള്ള സംസാരം, അത് നിനക്ക് ഉചിതമല്ല. അതാണ് യാക്കോബ് ശ്ലീഹ പറയുക, എൻ്റെ മക്കളെ, ഇത് നമുക്ക് ഉചിതമല്ല കേട്ടോ. നാവിന്ന് വരുന്ന ഈ തെറ്റ്, നിൻ്റെ നാവേ മൂർച്ചയുള്ള ക്ഷൗരകത്തി പോലെയാണ്. അവിടെയാണ് നമ്മൾ യേശുവിനെ ശ്രദ്ധിക്കേണ്ടത്. യേശുവിൻ്റെ സംസാരം എങ്ങനെയായിരുന്നു? കൊളോസ്യോസ് 4:6 നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. ഓരോരുത്തരോട് എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണമായിരിക്കണം, ഹൃദ്യമായിരിക്കണം. ഹൃദ്യമായ സംസാരം, കരുണയുള്ള സംസാരം, മനസ്സിലായോ? മധുരമുള്ള മാധുര്യമേറിയ സംസാരം, ഇതാണ് യേശുവിൻ്റെ സംസാരത്തിൻ്റെ പ്രത്യേകത. യേശു പാലസ്തീനായി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശുവിൻ്റെ സംസാരം കേൾക്കാൻ എന്തുമാത്രം ആളുകളാണ് ഓടിക്കൂടിയിരുന്നേ. പാപികളും ബലഹീനരും രോഗികളും നീതി പ്രവർത്തിക്കുന്നവരും നീതി പ്രവർത്തിക്കാത്തവരും എല്ലാവരും യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ ഓടിക്കൂടുമായിരുന്നു. എന്താ കാരണം? കാരണം ഇതാണ്, ആ കേട്ടവരൊക്കെ പറയുന്നത് അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനൊരു വചനമില്ലേ ബൈബിളിൽ? അവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. എന്താണ് അവൻ്റെ സംസാരത്തിൻ്റെ പ്രത്യേകത? എന്താണ് സംസാരത്തിൻ്റെ പ്രത്യേകത? നമ്മെ പോലെയാണോ യേശു സംസാരിച്ചിരുന്നത്? അല്ല. യേശുവിൻ്റെ സംസാരം കരുണയുള്ള സംസാരം, യേശുവിൻ്റെ സംസാരം ഹൃദ്യമായ സംസാരം, യേശുവിൻ്റെ സംസാരം മാധുര്യമുള്ള സംസാരം. അതുകൊണ്ടാണ് അന്ന് ജനങ്ങളൊക്കെ യേശുവിൻ്റെ അടുക്ക് ഓടിക്കൂടിയത്. യേശു മരിച്ചു, ഉത്ഥാനം ചെയ്തു. ഇന്ന് ധ്യാന മന്ദിരങ്ങളിലേക്ക് ആളുകൾ ഓടിക്കൂടുകയാണ്.
എന്തുകൊണ്ടാണ് ധ്യാനമന്ദിരങ്ങളിലേക്ക് യേശുവിനെ കേൾക്കാൻ, യേശുവിൻ്റെ വചനം കേൾക്കാൻ ആൾക്കാർ ഓടിക്കൂടാൻ കാരണം എന്താ? നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതിൻ്റെ കാരണം ഇതേ കാരണം തന്നെയാണ്. ഇതേ കാരണം തന്നെ. എന്ത്? യേശുവിൻ്റെ ഈ കരുണ നിറഞ്ഞ സംസാരം കേൾക്കുക. ഈ ബൈബിളിൽ മുഴുവൻ എഴുതി വച്ചിരിക്കുന്നത് എന്താണ്? യേശുവിൻ്റെ കരുണ നിറഞ്ഞ സംസാരം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കണ്ടോ? യേശുവിൻ്റെ കരുണ നിറഞ്ഞ സംസാരം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. എന്താണ്? യെശയ്യാ 31:3. എനിക്ക് നിന്നോടുള്ള സ്നേഹാനന്ദമാണ്, എനിക്ക് നിന്നോടുള്ള വിശ്വാസത അചഞ്ചലവും. യെശയ്യാ 54:10. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയില്ല. പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നേക്കാം, എന്നാൽ ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. ഇങ്ങനെയൊക്കെ യേശുവിൻ്റെ സംസാരം. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, സംരംഭിക്കേണ്ട, ഞാനാ നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല. ഉണ്ടോ? ഇതൊക്കെയാണ് യേശുവിൻ്റെ സംസാരത്തിൻ്റെ പ്രത്യേകത. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടോ? ഈ കരുണയുള്ള സംസാരം, സ്നേഹമുള്ള സംസാരം, കരുണാമസൃതമായ ഹൃദ്യമായ സംസാരം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എത്ര പേര് ധ്യാനമന്ദിരത്തിലേക്ക് വരുമായിരുന്നു ഈ വചനം കേൾക്കാനും വായിക്കാനും? ഇല്ല, ആരും വരില്ലായിരുന്നു. വീട്ടിൽ ഈ കരുണയുള്ള സംസാരം, ഹൃദ്യമായ സംസാരം ഇല്ലാത്തതുകൊണ്ടാണ് ഈ സംസാരം എവിടുന്ന് കിട്ടും? അത് ധ്യാനമന്ദിരത്തിൽ പോയാൽ കിട്ടും. അവിടുത്തെ ആ വൈദികൻ, ധ്യാനഗുരു, അല്ലെങ്കിൽ അവിടുത്തെ ആ ബ്രദർ യേശുവിൻ്റെ കരുണയുള്ള സംസാരങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ, ആ വചനം ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ആശ്വാസമാണ്. കണ്ടോ? എന്താണ്? ഈ സ്നേഹത്തിൻ്റെ വാക്കുകൾ വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. വീട്ടിലാരും കരുണയുള്ള സംസാരം പറയുന്നില്ല, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആരും ഹൃദ്യമായ സംസാരത്തിൽ സംസാരിക്കുന്നില്ല. എല്ലായിടത്തും പരുഷമായ സംസാരമാണ്, റഫായ സംസാരം, റൂഡായ സംസാരം, ദേഷ്യപ്പെട്ടുള്ള സംസാരം. അതിൽ മനം നൊന്നിരിക്കുമ്പോൾ യേശുവിൻ്റെ വചനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണാം ഹൃദ്യമായ സംസാരം, കരുണയുള്ള സംസാരം. നീ എത്ര വലിയ പാപം ചെയ്താലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നീ അതിനെപ്പറ്റി ഒന്ന് അനുദപിക്കുക, തെറ്റ് തിരുത്തുക, തിരിച്ചു വരിക. അനുദപിക്കുന്ന പാപികളെ ഓർത്ത് സന്തോഷിക്കുന്ന ഒരു ദൈവം. യേശുവിൻ്റെ ആ സ്നേഹം നോക്കിയാൽ ഈ സ്നേഹത്തിലേക്ക് ആളുകൾ ആകൃഷ്ടനായി തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? നൂറ്റാണ്ടുകൾ കഴിഞ്ഞില്ലേ യേശു മരിച്ചുപോയി, ഉത്ഥാനം ചെയ്തു പോയിട്ട്? ഇന്നും ആ യേശുവിൻ്റെ കരുണയുള്ള സംസാരത്തിന് എന്തുമാത്രം ശക്തിയുണ്ട്! അതാ പറയാം എൻ്റെ പ്രിയ മക്കളെ, കരുണയുള്ള സംസാരം, ഹൃദ്യമായ സംസാരം ഒരിക്കലും അവസാനിക്കില്ല. അത് മരിച്ചു പോവില്ല, അത് നശിച്ചു പോവില്ല. കരുണയുള്ള സംസാരത്തിന് വലിയ പവറുണ്ട്. അതല്ലേ പ്രഭാഷകൻ്റെ പുസ്തകം 18:14 പറയുക. 18:14 പറയുകയാണ്, നല്ല വാക്ക് ദാനധർമ്മത്തേക്കാൾ വിശിഷ്ടമാണ്. പ്രഭാഷകൻ 18:16. നല്ല വാക്ക് ദാനധർമ്മത്തേക്കാൾ വിശിഷ്ടമാണ്. ദാനധർമ്മം വളരെ വിശിഷ്ടമായ കാര്യമാണ്. അതിലും വിശിഷ്ടമാണ് എന്ത്? ഒരു നല്ല വാക്ക്. ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. അപ്പം നല്ല വാക്ക് ദാനധർമ്മത്തേക്കാൾ വിശിഷ്ടമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ നല്ല വാക്ക് പറയുമ്പോൾ നമ്മൾ നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാപത്തിന് നല്ലൊരു പരിഹാര ജീവിതമാണ്, പരിഹാര മാർഗമാണ് നല്ല വാക്ക് പറയുക. നല്ല വാക്ക്, ഹൃദ്യമായ വാക്ക്, മറ്റുള്ളവരുടെ ആത്മീയ ജീവിതത്തിന് ഉത്കർഷത്തിന് ഉതകുന്ന രീതിയിൽ. അതല്ലേ എഫെസോസ് 4:29, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്ക് പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകുന്ന വിധം നല്ല കാര്യങ്ങൾ സന്ദർഭോചിതമായി സംസാരിക്കുവിൻ. കണ്ടോ? അപ്പം യേശുവിൻ്റെ സംസാരം ഇന്നും എല്ലാവരും കേൾക്കാൻ താല്പര്യപ്പെടുന്നു. അവനെപ്പോലെ ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ മക്കളെ, ഇന്ന് നമ്മുടെ സംസാരം ഒന്നും കേൾക്കാൻ ആരും ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം നമ്മുടെ ഈ ദേഷ്യപ്പെടുന്ന സ്വഭാവം, റഫായ സംസാരം, ഈ റൂഡായ സംസാരമാണ്. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ തന്നെ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 19-ാം തിരുവചനം നമുക്കൊന്ന് വായിക്കാം. 1:19 യാക്കോബ്, എൻ്റെ പ്രിയ സഹോദരരെ ഓർമ്മിക്കുവിൻ, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരും ആയിരിക്കണം. മനുഷ്യൻ്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. ദൈവനീതിയുടെ പ്രവർത്തനത്തിന് അതൊരിക്കലും പ്രേരണ തരുന്നില്ല. നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരത്തിൽ തിടുക്കം കൂട്ടാത്തവരും
കോപിക്കുന്നതിൽ മന്ദഗതിക്കാരായിരിക്കണം. ഈ വചനത്തിൻ്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈശോയുടെ സന്നിധി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സംസാരത്തിൽ തെറ്റുപറ്റാത്ത ഏവനും പൂർണ്ണനാണ്. യാക്കോബ് സ്ലീഹയുടെ ഉപദേശം പ്രത്യേകം ഒന്ന് മനസ്സിൽ പതിപ്പിച്ചുറപ്പിച്ചോ. എന്താണ് ഉപദേശം? എൻ്റെ പ്രിയ മക്കളെ, ഈ രണ്ടും ദേഷ്യപ്പെടുന്നതും അല്ലെങ്കിൽ നല്ല വർത്താനം പറയുന്നതും നന്മയും തിന്മയും ഒക്കെ നിൻ്റെ നാവിൽ നിന്നാണ് വരുന്നത്. ഈ നാവിൽ നിന്ന് ഇത് രണ്ടും വരുന്നത് നിനക്കൊരിക്കലും ഉചിതമായി തീരില്ല. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നാവിനെ സമർപ്പിച്ചൊന്ന് സ്തുതിച്ചേൻ. സംസാരത്തിൽ തെറ്റുപറ്റാത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നാവിനെ സമർപ്പിക്കുക. ഈ നാവ് കൊണ്ട് ഈ കഴിഞ്ഞ നാളുകളിൽ എന്തുമാത്രം ആളുകളെയാണ് വേദനിപ്പിച്ചിരിക്കുന്നത്. വ്യക്തികളെ, അപ്പനെ, അമ്മയെ, ചേട്ടനെ, ചേച്ചിയെ, അനിയനെ, എല്ലാവരെയും, ജീവിത പങ്കാളിയെ, മക്കളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വൈദികരെ, സിസ്റ്റേഴ്സിനെ, സഭയെ. ഈ നാവ് കൊണ്ടല്ലേ നീ തെറി വിളിച്ചത്? ഈ നാവ് കൊണ്ടല്ലേ കുറ്റം പറഞ്ഞത്? ഈ നാവ് കൊണ്ടല്ലേ ദൈവദൂഷണം പറഞ്ഞത്? ഈ നാവ് കൊണ്ടല്ലേ പരദൂഷണം പറഞ്ഞത്? ഈ നാവ് കൊണ്ടല്ലേ കുറ്റം പറഞ്ഞത്? ഈ നാവ് കൊണ്ടല്ലേ നീ മൊബൈലിലൂടെ മോശമായ സംഭാഷണം നടത്തിയത്? ഈ നാവ് കൊണ്ടല്ലേ സെക്ച്വലായിട്ടുള്ള വർത്താനം പറഞ്ഞത്? ഈ നാവ് കൊണ്ടല്ലേ വ്യക്തമായ സംസാരം നടത്തിയത്? നമ്മുടെ ഈ സംസാരത്തെ മുഴുവനും സമർപ്പിക്കുക. നാവിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവ് നാവിന്റെ രൂപത്തിലല്ലേ ആദിമ സഭയിലേക്ക് കടന്നു വന്നത്? ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ നാവുകളുടെ രൂപത്തിൽ ഈ സമയം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. വിശുദ്ധരുടെ നാവുകള് ഇന്നും അഴുകാതിരിക്കുകയാണ്. വിശുദ്ധ അന്തോണീസിന്റെ നാവ് ഇനിയും അഴുകിയിട്ടില്ലല്ലോ. വിശുദ്ധ അന്തോണീസിന്റെ നാവ് ഇനിയും അഴുകിയിട്ടില്ല. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ നാവിനെ സമർപ്പിച്ച് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ലത് സംസാരിക്കാനുള്ള കൃപ, കരുണാമസൃണമായ സംസാരം, ഹൃദ്യമായ സംസാരം, വിശുദ്ധിയുള്ള സംസാരം, കേൾവിക്കാരുടെ ആത്മീയ ഉത്കർഷത്തിന് ഉതകുന്ന രീതിയിലുള്ള സംസാരത്തിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് തരണമേ. കരമുയർത്തി സ്തുതിച്ചേ. നാവ് സംബന്ധമായ രോഗങ്ങളെ സമർപ്പിച്ച് സ്തുതിക്കുന്നു. വായ്പുണ്ണിനെ സമർപ്പിച്ച് സ്തുതിക്കുന്നു. നാവിന് ഫംഗസ് രോഗങ്ങളെ സൗഖ്യപ്പെടട്ടെ. വാക്കുകൾ ഏറുമ്പോ തെറ്റുകൾ വർദ്ധിക്കുന്നു. അമിതമായ സംസാരത്തിന്റെ ദുരാത്മാവ് വിട്ടുപോട്ടെ. നാവിനെ നിയന്ത്രിക്കാനുള്ള ക്രമ തരണമേ. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവത്തിന്റെ ദുരാത്മാവ് യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന കർത്താവേ, കോപിക്കുന്നതിൽ മന്ദഗതി നൽകി അനുഗ്രഹിക്കണമേ. നാവിനെ സമർപ്പിച്ച് 3 പ്രാവശ്യം ആത്മാവേ 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 എന്ന് വിളിച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ.